ഹായ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലിമെന്റ്സ് എന്താ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ലെറ്റ്സ് സീ. മെയിനായിട്ടുള്ള സാധനം ഒന്ന് ഞാനൊരു EW എടുത്തിട്ടുണ്ടായി. ഇതിപ്പോൾ കറന്റ് ഇല്ല, കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു മസിൽ ബേസിനെ മാറ്റിയിട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ 1000 mg ഫിഷ് ഓയിൽ. ഞാനിപ്പോൾ 3R ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അത് 52 ഉണ്ട് DS. പിന്നെ ഇതിന് പകരം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി സിമ്പിളാക്കി ഇതാ ഇലക്ട്രോലൈറ്റ്സ് ഞാനിപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതാ മസിൽ ബേസിൻ്റെ ബയോസം. ഇത് ഏതാണ്ട് ഒരു 3 ബക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മസിൽ ബേസിന് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ്. സ്റ്റൊമക്കിന് ഭയങ്കര കംഫർട്ടാണ്. റിസൾട്ട് എനിക്ക് എന്താ പറയുക, എല്ലാ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓക്കെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലിയൊന്നും ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നത് നല്ലതല്ല. പിന്നെ മെയിനായിട്ട് ഒരു പ്രശ്നം കൊണ്ടുവരുന്നത് ബ്ലോട്ടിങ്ങിന് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് വേറെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ, വേ പ്രോട്ടീൻ. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ ഇതിലേക്ക് തന്നെ വരികയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ആ സമയം പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ട്. സോ ഞാനിതിപ്പോൾ കറന്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ ഇത് മാംഗോ ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ മേടിക്കാം. മാംഗോ ഫ്ലേവർ കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ട്, കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1-2 വർഷമൊക്കെ കുടിക്കാൻ നോക്കിയാൽ, പക്ഷേ ഡെയിലി 2-3 സ്കൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കുക. സോ ചോക്ലേറ്റിലേക്ക് ഞാൻ പിന്നെയും ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ അത്രയേ ഉള്ളൂ.